ശൂനേം എന്നുള്ള ഒരു സ്ഥലത്തിലൂടെ കടന്നു പോകുമ്പോൾ ആ സ്ഥലത്ത് ഹല്ലേലൂയ ധനികയായ ഒരു സ്ത്രീ താമസിച്ചിരുന്നുവെന്ന് പറയുന്നു. When Elisha was passing through Shunem, there was a lady who was a great woman. അവൾ ഹല്ലേലൂയ അവനോട് ഭക്ഷണത്തിന് വരണമെന്ന് അപേക്ഷിക്കുകയുണ്ടായി. Then she requested Elisha to come to her house for the meal. അവൾ തന്റെ ഭർത്താവിനോട് എന്നും പറഞ്ഞുകൊണ്ടിരുന്നു, എന്ത് ഈ നമ്മുടെ വഴിയായി കൂടെ കടന്നു പോകുന്ന ഇയാൾ വിശുദ്ധനായ ഒരു ദൈവപുരുഷൻ എന്ന് ഞാൻ കാണുന്നു. She was kept on, hallelujah, sharing with her husband that I perceive that this is a holy man of God that passeth by us continually. നാം ചുവരോട് കൂടിയ ചെറിയൊരു മാളിക മുറി പണിതുണ്ടാക്കുക. Amen. Then she said that let us make a little chamber on the wall. അതിൽ അവൻ ഒരു കട്ടിലും ഒരു മേശയും ഒരു നാൽക്കാലിയും and let us set for him there a bed and a table and a seat and a candlestick. ഒരു നിലവിളക്കും വെക്കുക. We'll put a candlestick as well. അവൻ നമ്മുടെ അടുക്കൽ വരുമ്പോൾ അവന് അവിടെ കയറി പാർക്കാമല്ലോ. And it shall be when he cometh to us, then he shall turn in thither. ചെറുത് കൊടുത്താ പോരെ, അവൾ മാളിക മുറി തന്നെ ഉണ്ടാക്കി ദൈവദാസന് കൊടുത്തത്. Amen. She created a great room for the man of God. അതുകൊണ്ടാ പറയുന്നത്, ദൈവത്തിന് കൊടുക്കുകയാണെങ്കിൽ ആദ്യ ഏറ്റവും ബെസ്റ്റ് ആയി തന്നെ കൊടുക്കണമെന്ന്. If you give it to the Lord, your first fruit should be always best and give it to the Lord. എന്നിട്ട് ഇവിടെ പറയാ, മാളിക മുറിക്കുള്ളിൽ വെറുതെ പാവിരിച്ചു കൊടുക്കുന്ന സമ്പ്രദായം പെന്തക്കോസ്ത് സമ്പ്രദായമല്ല അവൾ കാണിച്ചത്. She was not laying just a mat alone for that man of God. ആരും നിർബന്ധിക്കാതെ നീ ദൈവത്തിന് വേണ്ടി ഒരു ചെയർ എടുത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ മാനിക്കുന്ന ചില ദിവസങ്ങൾ വരികയാണ്. No one insisted you, no one hallelujah told you, but you're ready to put a chair for the Lord's sake.